Thank you, Brother Matthew. Your song has set tone to the following message. പ്രത്യേകം നന്ദി മാത്യു സഹോദരന്, കാരണം ആ പാടിയ പാട്ടിലെ ആശയം നമ്മെ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നയിക്കുന്നതാണ്. We are going to sit before His Word. നാം ദൈവവചനത്തിന്റെ മുൻപാകെ ഇരിക്കുവാൻ പോകുകയാണ്. And as you all know that I don't wear a watch. നിങ്ങൾക്കറിയാവുന്നതുപോലെ വാച്ച് ധരിക്കാറില്ല. But we have two clocks. എന്നാൽ നമുക്കിവിടെ രണ്ട് ക്ലോക്കുകളുണ്ട്. You have one clock before you and I have one before me. നിങ്ങൾക്ക് കാണാനായിട്ട് ഇവിടെ ഒരു ക്ലോക്കും ഞങ്ങൾക്ക് കാണാനായിട്ട് അവിടെ ഒരു ക്ലോക്കും. So once I went to a place, there were no clocks. ഞാൻ ഒരിടത്ത് സന്ദർശിച്ചപ്പോൾ അവിടെ ക്ലോക്കുകൾ ഉണ്ടായിരുന്നില്ല. So I asked one of the elders, do we have a clock or a timepiece or something? ഞാൻ അവിടെ അന്നേരം അവിടുത്തെ മൂപ്പന്മാരിൽ ഒരാളോട് ചോദിച്ചു, ഒരു ക്ലോക്ക് ലഭിക്കുമോ സമയം ഒന്ന് നോക്കാനായിട്ട്. He didn't say anything. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. One brother from the back, he said, sir, we don't have a clock, but we have a calendar. എന്നാൽ പുറകിൽ നിന്നൊരു സഹോദരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ക്ലോക്ക് ഇല്ല, പക്ഷെ ഒരു കലണ്ടർ ഉണ്ട്. I'll stop in time. ഞാൻ സമയത്ത് തന്നെ അവസാനിപ്പിച്ചോളാം. You know, blessed are those preachers who know to stop in time. സമയത്ത് നിർത്താൻ അറിയാവുന്ന പ്രസംഗകർ അവര് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. During worship, we were exhorted to remember. ആരാധനാമധ്യേ ഓർക്കാനായിട്ട് നാം പ്രബോധിപ്പിക്കപ്പെട്ടു. But then, you know, as years go by, we become forgetful. പലപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ പല കാര്യങ്ങളും നാം മറന്നു പോകാറുണ്ട്. One of my favorite preachers, he was sharing one of his experiences. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പ്രസംഗകൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഇങ്ങനെ പറയുകയായിരുന്നു. And he said like this. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, we as a group, we used to go to a restaurant. ഞങ്ങൾ ചില ആളുകൾ ഒരുമിച്ച് ഒരു ഭക്ഷണശാലയിലേക്ക് ചെല്ലുമായിരുന്നു. And during our 50s, that is our age, during 50s, we used to go there for the beautiful waitresses. ഞങ്ങൾക്ക് 50 വയസ്സൊക്കെ പ്രായമുണ്ടായിരുന്ന ആ സമയത്ത് അവിടെ വിളമ്പാനായിട്ട് നിൽക്കുന്ന സ്ത്രീകളെ കാണാനായിട്ടാണ്, സുന്ദരിമാരായ സ്ത്രീകളെ കാണുവാനായിട്ടാണ് ഞങ്ങൾ അവിടേക്ക് ചെന്നിരുന്നത്. In 60s we started going to that restaurant for good food. എന്നാൽ 60 വയസ്സ് കഴിഞ്ഞ ആ പ്രായങ്ങളിൽ ഞങ്ങൾ നല്ല ആഹാരം കഴിക്കാനായിട്ടാണ് അവിടേക്ക് പോയിക്കൊണ്ടിരുന്നത്. And by 70 we started going to that restaurant to listen to the soft music. എന്നാൽ 70 വയസ്സ് കഴിഞ്ഞ സമയത്ത് അവിടെ പ്ലേ ചെയ്യുന്ന മനോഹരമായ ഗാനം, സംഗീതം കേൾക്കുവാനായിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരുന്നത്. But then by 80 we went as if we have never been to that restaurant. എന്നാൽ 80 വയസ്സ് കഴിഞ്ഞ ആ സമയങ്ങളിൽ ഇതുവരെയും അവിടേക്ക് പോയിട്ട് പോലും ഇല്ലാത്തവരെ പോലെയാണ് ഞങ്ങൾ അവിടേക്ക് ചെന്നുകൊണ്ടിരുന്നത്. So that is how forgetful we are. അങ്ങനെയാണ് ഒരു മനുഷ്യൻ, മറവിയുണ്ട്. But we are not to forget all the benefits that we have received from our Lord. എന്നാൽ നാം ഒരിക്കലും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച നന്മകളെ മറന്നു പോകാനായിട്ട് പാടില്ല. So let us look to the Lord for His word to penetrate into our hearts. ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണമുള്ള ദൈവത്തിന്റെ വചനത്തിനായി നമുക്ക് കാതോർക്കാം. We just witnessed the 6 graduating students who came forward. ഈ വർഷം ബിരുദം ലഭിക്കുന്ന 6 വിദ്യാർത്ഥികളെ നാം പരിചയപ്പെട്ടു. And you saw Brother Abhi Moka. മാത്രമല്ല അബി മൗക്ക എന്നൊരു സഹോദരൻ ഇവിടെയുണ്ട്. You know, Brother Abhi Moka, he has done his graduation in nursing. അബി മൗക്ക താൻ നഴ്സിംഗിൽ ബിരുദമുള്ള വ്യക്തിയാണ്. He has completed BSc nursing. BSc nursing പൂർത്തീകരിച്ച വ്യക്തിയാണ്. And then he decided to come and study the word of God here. അതിനുശേഷം വന്ന് വചനം പഠിക്കുവാനായിട്ട് താൻ തീരുമാനിക്കുകയായിരുന്നു. He has completed 1-year course. Now he is going back to serve. He is going back to Odisha to serve the Lord along with his vocation. അങ്ങനെ ഒരു വർഷത്തെ പഠനം പൂർത്തീകരിച്ചു. ഇനിയും ജോലിയോട് കൂടെ കർത്താവിനെ സേവിക്കുവാനായിട്ട് അദ്ദേഹം പോവുകയാണ്. Let us look to the chapter 4 in 2 Timothy. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. We know that it is one of the pastoral epistles. ഇതൊരു ഇടയലേഖനമാണ്. And if you look at the entire chapter 4, 4-ാമത്തെ അധ്യായം മുഴുവനായിട്ട് നാം പരിശോധിക്കുമ്പോൾ it speaks of several comings. അത് പല വരവുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. In verse 1 we read about Christ is coming. 1-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറയുന്നു. And as we read verses 2 through 5, we see that the apostasy, moving away from God or moving away from the word, those days are coming. 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ വിശ്വാസത്യാഗം പോലെയുള്ള കാര്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. And then as we come to verses 6 through 8, we read that departure is coming. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു വിട പറയൽ അവിടെ വരികയാണ്. Then as we read the remaining verses 9 through 22, there we see that help is coming.
പിന്നീട് 9 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു സഹായം വരുന്നതായിട്ട് കാണാം. In chapter 4, as we read verses 1 through 4, 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ there Apostle Paul is charging Timothy. അവിടെ അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസ് എന്ന വ്യക്തിയെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ്. We are aware what is the relationship they had between themselves. നമുക്കറിയാം പൗലോസും തിമത്തിയോസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. Timothy was Apostle Paul's spiritual son. തിമത്തിയോസ് അപ്പോസ്തലനായ പൗലോസിന്റെ ആത്മീക പുത്രനായിരുന്നു. And 2 Timothy being Apostle Paul's swan song, the last epistle, swan song. തിമത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അത് അപ്പോസ്തലനായ പൗലോസിന്റെ അവസാനത്തെ ലേഖനമാണ്. Yeah. And here he is charging his spiritual son Timothy. ആ ലേഖനത്തിലൂടെ ചില പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ തന്റെ ആത്മീക പുത്രനായ തിമത്തിയോസിനെ പൗലോസ് ഭരമേൽപ്പിക്കുകയാണ്. In verse 1 we read that he is speaking about 2 witnesses. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ 2 സാക്ഷികളെ പൗലോസ് പരാമർശിക്കുന്നു. Yeah, we will read verse 1. അതിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. Yeah. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. Yeah. So these are the 2 witnesses he brings before Timothy. ഇതാണ് പൗലോസ് തിമത്തിയോസിന്റെ മുൻപാകെ കൊണ്ടുവരുന്ന 2 സാക്ഷികൾ. And then as we come to verse 2, 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ and he speaks of work. അവിടെ പ്രവൃത്തിയെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. He brings before Timothy the 2 witnesses, and then he speaks about the work he has to do. 2 സാക്ഷികളെ തിമത്തിയോസിന്റെ മുൻപിൽ അവതരിപ്പിച്ചിട്ട് പിന്നീട് തിമത്തിയോസ് ചെയ്യേണ്ട ശുശ്രൂഷകളെ കുറിച്ച് പൗലോസ് പറയുകയാണ്. The first work he exhorts saying to preach. അതില് 1-ാമത് പൗലോസ് തിമത്തിയോസിനോട് ചെയ്യാൻ പറയുന്ന പ്രവൃത്തി വചനം പ്രസംഗിക്കുക. Yeah. Preach the word. വചനം പ്രസംഗിക്കുക. And there it is also added saying that in season, out of season. അതിനോട് ചേർന്ന് പൗലോസ് പറയുന്നത് സമയത്തിലും അസമയത്തിലും അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കണം. So the first work he mentioned there is to preach. അവിടെ ആദ്യം പൗലോസ് പരാമർശിക്കുന്ന ശുശ്രൂഷ വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. And in the same verse he exhorts him saying to persevere. അതിനോട് ചേർന്ന് പൗലോസ് തിമത്തിയോസിനെ പ്രബോധിപ്പിക്കുകയാണ് ദീർഘക്ഷമയോടുകൂടി ഇരിക്കണം. Yeah. To preach and to persevere. വചനം പ്രസംഗിക്കണം, ദീർഘക്ഷമയോടുകൂടി ഇരിക്കണം. In the same verse we read to probe. വീണ്ടും അതേ വാക്യത്തിൽ പറയുന്നു നീ ശാസിക്കണം. And then at the end of that portion we read he also says to plead. തർജ്ജനം ചെയ്യാനും പ്രബോധിപ്പിക്കാനും ആവശ്യപ്പെടുകയാണ്. To preach, പ്രസംഗിക്കുക, to persevere, ദീർഘക്ഷമയോടുകൂടി ഇരിക്കുക, to probe, അവരെ ശാസിക്കുകയും തർജ്ജനം ചെയ്യുകയും ചെയ്യുക, and then to plead. മാത്രമല്ല അവരെ പ്രബോധിപ്പിക്കുക. This is the work that Timothy is to do. ഇതാണ് തിമത്തിയോസ് ചെയ്യേണ്ട ശുശ്രൂഷകൾ. And then as we come to verses 3 and 4, അതിനുശേഷം 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ he gives him some warnings. ചില മുന്നറിയിപ്പുകൾ പൗലോസ് തിമത്തിയോസിന് കൊടുക്കുകയാണ്. In verse 3 he says that the time is approaching. 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ് സമയം കാലം അടുത്തു വരികയാണ്. Yeah. The time is fast approaching. ഒരു കാലം വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. And this time you will see that the truth is absolutely abundant. ഈ കാലത്തിന്റെ പ്രത്യേകത സത്യം തിരസ്കരിക്കപ്പെടുന്ന കാലഘട്ടം. That is verse 4. അത് 4-ാമത്തെ വാക്യത്തിലാണ്. We will read verses 3 and 4 together. 3-4 വാക്യങ്ങൾ നമുക്കൊന്ന് ചേർത്ത് വായിക്കാം. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. A time will come when the truth, the absolute truth would be totally abundant. യഥാർത്ഥ സത്യത്തെ പൂർണ്ണമായിട്ട് തിരസ്കരിക്കുന്ന ഒരു കാലം വരും. After sharing these thoughts, then he comes to verse 5. ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞു കഴിഞ്ഞ് പൗലോസ് 5-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. So after charging Timothy, now he is challenging Timothy. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ തിമത്തിയോസിനെ ഏൽപ്പിച്ചിട്ട് പൗലോസ് ഒരു വലിയ വെല്ലുവിളി അവിടെ നടത്തുകയാണ്. And the challenge we see in verse 5. ആ വെല്ലുവിളി ഇങ്ങനെയാണ്. That verse speaks of 4 profound things. അവിടെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൗലോസ് പറയുകയാണ്. We will read verse 5. 5-ാമത്തെ വാക്യം. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക,
നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. Yeah, I would like to put it in 4 phrases or 4 words. അത് 4 വാക്കുകളായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. The first part, the first one we see there is Paul is exhorting Timothy saying, you be vigilant. അവിടെ പൗലോസ് ആദ്യം തിമത്തിയോസിനെ ചൂണ്ടി പ്രത്യേകം പറയുകയാണ്, നീ നിർമ്മതനായിരിക്കുക, ശ്രദ്ധാലുവായിരിക്കുക. To be vigilant. വളരെ ശ്രദ്ധയോടെ നീ ആയിരിക്കണം. Vigilant as a soldier who is guarding the borders of our country, our territory. രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന ഒരു സൈന്യത്തിലുള്ള വ്യക്തിയെ പോലെ നീ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം. You need to have a keen sense of observation. വളരെ നിരീക്ഷണ ബോധ്യം പാഠം നിനക്കുണ്ടായിരിക്കണം. Not just to see but to observe. കാര്യങ്ങൾ വെറുതെ കണ്ടാൽ പോരാ, അതിനെ നിരീക്ഷിക്കാൻ പഠിക്കണം. Not just to hear but to listen keenly. കാര്യങ്ങൾ കേട്ടാൽ പോരാ, അതിനെ ശ്രദ്ധിക്കുവാനായിട്ട് നീ പരിശീലിക്കണം. Be vigilant. ശ്രദ്ധയോടെ ഇരിക്കണം. Yeah. Always looking around, anytime anything can happen. So be vigilant as you stand as a mighty witness for the Lord. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള തിരിച്ചറിവിൽ ദൈവത്തിനു വേണ്ടി ഒരു നല്ല സാക്ഷിയായി വളരെ ശ്രദ്ധയോടെ നിരീക്ഷണത്തോടുകൂടെ നീ ആയിരിക്കണം. Brethren, primarily I'm speaking to the students of BBI at large, but then this is true in each and everyone who are assembled here. അടിസ്ഥാനപരമായി ഞാൻ BBIയിലെ സ്റ്റുഡൻസിനോടാണ് സംസാരിക്കുന്നതെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇത് ബാധ്യതയുള്ളതാണ്. So let us take it as a challenge. ഇത് നമുക്കൊരു വെല്ലുവിളിയായിട്ട് എടുക്കാം. Let us be vigilant. നമുക്ക് ശ്രദ്ധാലുക്കളായിരിക്കാം. We have stepped into a new year. നാം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചു. And God is so merciful and gracious to lead us through. ദൈവം നമ്മെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ വളരെ ദയാലുവും കരുണയുമുള്ളവനാണ്. But as we stand as a witness for the Lord, let us be vigilant. എന്നാൽ നാം ദൈവത്തിനു വേണ്ടി സാക്ഷികളായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ശ്രദ്ധാലുക്കളായിരിക്കാം. In the same verse we read the second truth, that is we also need to be valiant. രണ്ടാമത്തെ കാര്യം അതേ വാക്യത്തിൽ തന്നെ പറയുന്നത് നാം കഷ്ടം സഹിക്കുന്നവരായിരിക്കണം. Yeah, suffering means to stand as a valiant person. കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി ഒരു പോരാളിയായിട്ട് നിൽക്കുക. Suffering for Christ. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക. You know, this 30th, God willing, we would be listening to evangelist Mithun Johnny, who is serving the Lord among the Karbi tribe in Assam. ദൈവം അനുവദിച്ചാൽ ഈ 30-ാം തീയതി ആസാമിലെ കാർബി ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മിഥുൻ ജോണി എന്ന മിഷണറിയുടെ സാക്ഷ്യം നാം കേൾക്കുവാനായിട്ട് പോവുകയാണ്. He is a well-known person. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. Very well known among the brethren circle. വേർപാട് സഭകളുടെ മധ്യേ താൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. But you know, there are some brethren evangelists, they are unknown brethren. എന്നാൽ നമുക്കറിയാം ധാരാളം പ്രവർത്തകരുണ്ട് ആ നിലയിൽ ആരാലും അറിയപ്പെടാത്തത്. They are also going through persecution and suffering. അവരും പീഡനങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ഒക്കെ കടന്നു പോവുകയാണ്. The other day I shared a news in our assembly group. ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ അസംബ്ലി ഗ്രൂപ്പിൽ ഒരു സന്ദേശം പങ്കുവച്ചായിരുന്നല്ലോ. I shared about a brethren evangelist Bipin Bihari Nayak who is serving the Lord in Odisha in Dhenkanal district. ഒഡീഷയിൽ പ്രവർത്തിക്കുന്ന ബിപിൻ നായക് എന്ന വ്യക്തിയെ കുറിച്ച്. Brother Udainath James, his brother Bipin Nayak, both of them they are serving the Lord full time. ഒറീസയിൽ പൂർണ്ണ സമയം വേല ചെയ്യുന്ന ആ രണ്ട് ദേവദാസന്മാർ. As a part of Vision 2030, Bipin Bihari Nayak, he took the initiative to start an assembly testimony in the new district called Dhenkanal in Odisha. ഒറീസയിലെ ഒരു പുതിയ ഡിസ്ട്രിക്റ്റിൽ വിഷൻ 2030 എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ ഭാഗമായി അദ്ദേഹം ഒരു പുതിയ അസംബ്ലി ആരംഭിച്ചു. And a couple of weeks ago, while they were worshiping the Lord on a Sunday morning, you know, the hooligans, the fanatics, they came and they started beating all the believers, especially the evangelist Bipin. എന്നാൽ 2 ആഴ്ച മുമ്പ് അവർ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് സുവിശേഷ വിരോധികൾ കടന്നു വരികയും അവരെ ആക്രമിക്കുകയും അവരെ അടിക്കുകയും ചെയ്തു, പ്രത്യേകിച്ച് ആ സുവിശേഷകനെ. They pulled them out to the public. അവരെ ആ പൊതുജനത്തിന്റെ മധ്യത്തിലേക്ക് അവർ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. And the public was watching. A garland of slippers, you know, footwears were put around his neck. പൊതുസമൂഹം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാദരക്ഷകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മാല അവരെ അണിയിക്കുകയാണ്. He was thrashed left and right. ഇടം വലം ഇല്ലാതെ അദ്ദേഹം അടികൊള്ളുകയാണ്. They were spitting on his face. അവർ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തുപ്പുകയാണ്. And to make matters worse, they made him to drink the cow dung water. ആ പ്രശ്നത്തെ വീണ്ടും കലുഷിതമാക്കുവാനായിട്ട് പശുവിന്റെ ചാണകം തിന്നുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. He was forced and literally he had to eat. അതിനുവേണ്ടി അവർ അദ്ദേഹത്തെ നിർബന്ധിച്ചു. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം അത് കഴിക്കേണ്ടി വന്നു. Brethren, can you think of
നമുക്കിത് ചിന്തിക്കാനായിട്ട് കഴിയുമോ? Just think of it. Someone spitting on your face. ഒരാൾ നമ്മുടെ മുഖത്തേക്ക് തുപ്പുക നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? Someone forcing you to eat cow dung. ആ പശുവിന്റെ ചാണകം കഴിക്കുവാനായിട്ട് നമ്മെ ഒരാള് നിർബന്ധിക്കുക, കഴിപ്പിക്കുക, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ? Only a couple of days ago. ഇത് 2 ദിവസം മുമ്പ് നടന്ന കാര്യമാണ്. A couple of weeks ago. 2 ആഴ്ചകൾക്ക് മുമ്പ് ഇത് നടന്നു. Yeah. But only a couple of days ago, only 4 were arrested in connection with this case. എന്നാൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. Bipin's wife had to run to the police station. ബിപിൻ സഹോദരന്റെ ഭാര്യയ്ക്ക് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലേണ്ടി വന്നു. Nobody was there to help them. ആ സഹോദരിയെ സഹായിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. Nobody was ready to register a case. ആരും ഒരു കേസ് അവിടെ കൊടുക്കാനായിട്ട് തയ്യാറായില്ല. Can you imagine such a situation? അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുമോ? Be valiant. പോരാളിയായിരിക്കുക കർത്താവിന് വേണ്ടി. In our Manorama newspaper, you will see that news, and there we see Bipin saying, I have forgiven as God has forgiven me. I have forgiven all those culprits. I don't have anything against them. മലയാള മനോരമയിൽ ആ വാർത്ത ഇങ്ങനെ വന്നു. ആ സഹോദരൻ പറഞ്ഞത്, എന്നെ ഉപദ്രവിച്ചവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. He was echoing the words of Mrs. Staines. അദ്ദേഹം ഒരുപക്ഷെ ഗ്ലാഡിസ് സ്റ്റെയിൻസിന്റെ വാചകങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതാണ് ആയിരിക്കാം. Be valiant. പോരാളിയായിരിക്കുക. Who knows, when you go to the vineyard and serve the Lord, you might come across such situation. ഒരുപക്ഷെ നാമും ആ നിലയിൽ സുവിശേഷ വയലിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരികയില്ല എന്ന് ആര് കണ്ടു? Be vigilant. പോരാളിയായിരിക്കുക കർത്താവിന് വേണ്ടി. Be valiant. പോരാളിയായിരിക്കുക, ശ്രദ്ധയോടെ ആയിരിക്കുക. And third thing is be versatile. മൂന്നാമത്തേത് നാം സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. Yeah, here we read, we are exhorted. Apostle Paul is exhorting Timothy, saying, do the work of an evangelist. ഇവിടെ പൗലോസ് തിമോത്തിയോസിനെ പ്രബോധിപ്പിക്കുകയാണ്, ഒരു സുവിശേഷകന്റെ പ്രവൃത്തി നീ ചെയ്യണം. Why? എന്തുകൊണ്ട്? Timothy was not actually an evangelist. തിമോത്തിയോസ് ഒരു സുവിശേഷകനായിരുന്നില്ല. Yeah, true that he was engaged in pastoral ministry. അദ്ദേഹം ഇടയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ്. He had primarily the gift of pastoring a church. ഒരു ഇടയ ശുശ്രൂഷയുടെ കൃപാവരമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. But then Paul is exhorting him, saying, yes, you have this gift, but also you do the work of an evangelist. എന്നാൽ പൗലോസ് അവിടെ പറയുകയാണ്, തിമോത്തിയോസേ, ശരിയാ, നിനക്ക് ഇടയ ശുശ്രൂഷയ്ക്കുള്ള വരമുണ്ട്, പക്ഷെ അത് മാത്രം പോരാ, നീ സുവിശേഷകന്റെ പ്രവൃത്തി കൂടെ ചെയ്യണം. You know, God has given each one of us some talent, some quality to serve the Lord as a part of the local church. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും സ്ഥലം സഭയോട് ചേർന്ന് നിന്ന് ആത്മീക ശുശ്രൂഷകൾ ചെയ്യുവാൻ, സുവിശേഷ വേലയിൽ പങ്കാളിയാകുവാൻ ദൈവം നമുക്ക് കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. When the Lord gives us, when we spend time with the Lord would definitely reveal what kind of gift He has given me. നാം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമുക്ക് വെളിപ്പെടുത്തി തരും എന്തൊക്കെയാണ് നമ്മുടെ കൃപാവരങ്ങളെന്ന്. So let us remain with that frame and continue to serve the Lord. ആ കൃപാവരം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ജ്വലിപ്പിച്ചുകൊണ്ട് വേണം നാം ആത്മീക ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുക. At the same time, let us be versatile, be ready to do anything that the Lord commands. അതേസമയം ദൈവം പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടാൽ അതും ചെയ്യാനായിട്ട് നാം തയ്യാറാകണം. My students from Kerala, please don't have anything against me. I've seen some students, when they graduate from BBI, they try to imitate some well-known servants of God, and they try to imitate and try to preach, teach in that way. കേരളത്തിൽ നിന്ന് ഇവിടെ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ചിലരെ കുറിച്ച് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത്, അവര് പഠനം പൂർത്തിയാക്കി കഴിയുമ്പോൾ പ്രശസ്തരായ ചില ആളുകൾ അവർ ചെയ്യുന്ന ശുശ്രൂഷകളെ അനുകരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. Some try to preach like late Krishnankutti. ചിലര് ഇന്ന് ഖത്തർ വിശ്രമിക്കുന്ന കൃഷ്ണൻകുട്ടിച്ചാനെ പോലെ പ്രസംഗിക്കാൻ ശ്രമിക്കാറുണ്ട്. There is nothing wrong in that. അതിൽ തെറ്റൊന്നുമില്ല. But I would rather encourage you to have your own identity. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് തന്നെ ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം. When I went to US for the first time, ഞാൻ ആദ്യം അമേരിക്ക സന്ദർശിച്ചപ്പോൾ, one typical redneck American, he said that you have a typical Indian accent. ഒരു അമേരിക്കക്കാരൻ എന്നോട് പറഞ്ഞു, താങ്കൾക്ക് ഒരു ഇന്ത്യക്കാരന്റെ സംസാര ശൈലിയുണ്ട്. I said, yes, I am proud to be an Indian. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, ഞാനൊരു ഇന്ത്യക്കാരനാണ്, അതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു. I have seen Americans or English or British coming to India, staying here for 25 years. Do they change their accent? ഒരു വിദേശി ഇന്ത്യയിൽ വന്ന് 20-25 വർഷം താമസിച്ചാലും അവര്
നമ്മൾ മലയാളം പറയുന്നത് പോലെ അവർക്ക് പറയാനായിട്ട് കഴിയില്ല. Why can't we have our own identity? എന്തുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ടായിക്കൂടാ? Why should I try to ape a British or an American in speaking English? ഞാൻ എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ ഒരു വിദേശിയെ അനുകരിക്കണം? My dear students, let me tell you, each one of you are special in the sight of the Lord. ഞാൻ പറയട്ടെ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ കണ്ണിൽ വിശിഷ്ടരാണ്. In Ephesians we read that we are his workmanship. എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നു, നാം അവന്റെ കൈപ്പണിയാണ്. That means we are his masterpiece. നാം ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈപ്പണിയാണ്. Each one of you is unique in his sight. ദൈവത്തിന്റെ കണ്ണിൽ നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. So have that identity ആ വ്യക്തിത്വം നിലനിർത്തുക. and be ready to do whatever he commands you. ദൈവം എന്ത് ചെയ്യാൻ പറയുന്നോ അത് ചെയ്യാൻ തയ്യാറാവുക. God gives you enough opportunity. ദൈവം നിങ്ങൾക്ക് ധാരാളമായ അവസരങ്ങൾ തരും. You know, this year during our Pathanamthitta convention, ഈ വർഷം നമ്മുടെ പത്തനംതിട്ട കൺവെൻഷന്റെ സമയത്ത് we had the convention choir singing. അവിടെ നമുക്ക് കൺവെൻഷൻ ഗായക സംഘം ഉണ്ടായിരുന്നു. They were singing Malayalam songs predominantly. അവര് പൊതുവെ മലയാളം പാട്ടുകളാണ് അവിടെ പാടുന്നത്. But did you see one non-Malayali was standing in the group? എന്നാൽ അതിലൊരു മലയാളി അല്ലാത്ത വ്യക്തിയും പാടുന്നുണ്ടായിരുന്നു. One or two? ഒന്ന് രണ്ട് പേര് അങ്ങനെ ഉണ്ടായിരുന്നു. Yeah, Jonathan, you were also there, right? Oh, okay, you were there, right? Yeah. And Blesson was there all the day, throughout the week, right? Yeah. Blesson and Jonathan, they were part of that choir. ജോനാഥാനും ബ്ലസനും അവരും ആ ഗായിക സംഘത്തിൽ ചേർന്ന് പാടി. And I was praising God, you know, when Blesson was singing Malayalam songs. ബ്ലസൻ അങ്ങനെ മലയാളം പാട്ട് പാടുന്നത് കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. Yeah. All the students are given opportunity to learn Malayalam, but he took the initiative to learn and join the choir in singing Malayalam songs. ഇവിടെ ആയിരിക്കും എല്ലാവർക്കും മലയാളം പഠിക്കാനുള്ള അവസരമുണ്ട്. അദ്ദേഹം അത് ഉപയോഗിച്ചു. ആ കൊയറിൽ കയറി പാടാനായിട്ടുള്ള ധൈര്യവും കാണിച്ചു. What I wanted to say is that you all have equal opportunity to be versatile as you get ready to serve the Lord. ഒരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുവാൻ എല്ലാവർക്കും ഒരേപോലെയുള്ള അവസരം ദൈവം തന്നുകൊണ്ടേയിരിക്കും. And then let me come to the last point. ഞാൻ അവസാനത്തെ കാര്യത്തിലേക്ക് വരട്ടെ. In the same verse we read, he says, fulfill your ministry. നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. Be victorious. വിജയി ആയിരിക്കുക. Be vigilant. ശ്രദ്ധാലുവായിരിക്കുക. Be valiant. പോരാളിയാവുക, കഷ്ടം സഹിക്കുന്ന വ്യക്തിയാവുക. Be versatile. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. And be victorious. ശുശ്രൂഷകൾ നിറപടിയായി നിവർത്തിക്കുന്ന വ്യക്തിയായിരിക്കുക. Fulfill your ministry. നിങ്ങളുടെ ശുശ്രൂഷ പൂർത്തിയാക്കുക. In another translation it says, do the full proof of the ministry. മറ്റൊരു തർജ്ജമയില് വായിക്കുന്നത് നിങ്ങളുടെ ശുശ്രൂഷ നിറപടിയായിട്ട് തന്നെ പൂർത്തീകരിക്കുക. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പൂർത്തീകരിക്കുക. That also speaks of something very profound. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. In English 3 words are there in that sentence. ആ വാചകത്തില് 3 പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. Fulfill. 1 പൂർത്തിയാക്കുക. Your. 2 നിങ്ങളുടെ ministry. 3 ശുശ്രൂഷ. You know what the ministry is all about. നമുക്കറിയാം ശുശ്രൂഷ എന്താണെന്ന്. You are going to carry the gospel to every nook and corner of our country. ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലേക്കും സുവിശേഷവുമായി പോകേണ്ടവരാണ് നാം. And as you go, remember that you have only one goal, one aim, that is to share the gospel. അങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കട്ടെ, സുവിശേഷം പറയുക. And consider this ministry as your ministry. ഇത് നിങ്ങളുടെ മിനിസ്ട്രി ആയിട്ട്, ശുശ്രൂഷയായിട്ട് അതിനെ പരിഗണിക്കുക. Because we serve the Lord along with him. കാരണം നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവിക ശുശ്രൂഷ ചെയ്യുകയാണ്. The Lord said that I will build my church. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. He said that he would, and he continues to do so. അത് യേശുക്രിസ്തു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആ ശുശ്രൂഷ. And then as we come to the epistles to Corinthians, there we see that we are his co-laborers, co-workers. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നു, നാം ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. So along with the Lord we also work. നാം ദൈവത്തോട് കൂടെ പ്രവർത്തിക്കുകയാണ്. So you consider this ministry as your own ministry. അതുകൊണ്ട് ഈ ശുശ്രൂഷയെ നമ്മുടെ സ്വന്തം ശുശ്രൂഷയായിട്ട് നാം കാണണം. And then fulfill. അത് പൂർത്തീകരിക്കുക. Don't just do for the sake of doing. ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യരുത്. No. Fulfill it. പൂർത്തീകരിക്കുക. That means when you do it in a definite way. അത് ചെയ്യുമ്പോൾ അത് കൃത്യതയോടെയും വ്യക്തതയോടെയും പൂർണ്ണമായിട്ടും ചെയ്യുക. You do it in a defined way. അത് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുക. And you do it in a decisive way. അത് കൃത്യതയോടുകൂടെ ചെയ്യുക.
and do it in the best possible way. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഇതിൽ ഏറ്റവും മനോഹരമായിട്ട് നന്നായിട്ട് അത് ചെയ്യുക. My time is up. എന്റെ സമയം ഇവിടെ അവസാനിച്ചു. But then I just want to point out one more verse from this chapter. ഈ അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. As we come to verse 21, we read, 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ in Malayalam we read, ശീതകാലത്തിന് മുൻപേ വരുവാൻ ശ്രമിക്കുക. Yeah. In English we read, come before winter. ശീതകാലത്തിന് മുൻപേ വരിക. I imagine this way, that while Apostle Paul was penning these lines, the footsteps of the soldiers were so close to the dungeon. ഞാനിങ്ങനെ ഭാവനയിൽ കാണുകയാണ്, ഒരുപക്ഷെ പൗലോസ് ഈ വാചകം എഴുതുന്ന സമയത്ത് തന്നെ കൊല്ലുവാൻ ഉള്ള പടയാളികൾ ആ ജയിലറയുടെ അരികിലേക്ക് വരുന്നതിന്റെ കാലൊച്ച എനിക്ക് കേൾക്കാം. He's exhorting Timothy, saying, come before winter. അപ്പോൾ പൗലോസ് ഈ എഴുത്തിലൂടെ തിമോത്തിയോസിനോട് പറയുകയാണ്, തിമോത്തിയോസേ, ശീതകാലത്തിന് മുൻപേ നീ വരാനായിട്ട് ശ്രമിക്കണം. We don't know whether Timothy could make it before that. നമുക്ക് അറിയില്ല അങ്ങനെ ശീതകാലത്തിന് മുൻപ് തിമോത്തിയോസിന് വന്ന് പൗലോസിനെ കാണാൻ പറ്റിയോ ഇല്ലയോ എന്ന്. He was exhorting Timothy to come before winter, otherwise the roads would be blocked with snowfall. അങ്ങനെ പൗലോസ് ശീതകാലത്തിന് മുൻപേ വരാൻ തിമോത്തിയോസിനോട് ആവശ്യപ്പെടാൻ കാരണം, ശീതകാലം തുടങ്ങിയാൽ എനിക്ക് വരാനായിട്ട് കഴിയില്ല, വഴിയിലെല്ലാം മഞ്ഞ് വീണ് അത് യാത്രയ്ക്ക് ബുദ്ധിമുട്ടാകും. Once winter sets in, things would be very, very difficult. അവിടെ ശീതകാലം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ യാത്ര വളരെ പ്രയാസമാണ്. Before winter or never. അതുകൊണ്ട് പൗലോസ് പറയുന്നതിന്റെ ആശയം ഇങ്ങനെ ആയിരിക്കാം, വരികയാണെങ്കിൽ ശീതകാലത്തിന് മുൻപേ വരിക, അല്ലെങ്കിൽ ഒരുപക്ഷെ നീ വരേണ്ടി വരികയില്ല, വന്നാലും എന്നെ കാണാനായിട്ട് കഴിയില്ല. Dear students, പ്രിയ വിദ്യാർത്ഥികളെ, the clock is ticking fast. സമയം വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. We have only few moments before we complete our labor. നമ്മളുടെ വേല തികയ്ക്കാൻ ഇനിയും ചുരുങ്ങിയ സമയങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിൽ. We don't have much time left. നമുക്ക് അധിക സമയം ഇല്ല ഇനി മുമ്പിൽ. Things are going to be difficult. കാര്യങ്ങളെല്ലാം പ്രയാസകരമാകാൻ പോവുകയാണ്. Do you know one thing? നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? It is there in the Malayalam newspaper today. ഇന്നത്തെ മലയാള പത്രത്തിലും അതുണ്ട്. The district where I was born, I was brought up. ഞാൻ വളർന്നു വന്ന ആ ജില്ലയിൽ we were there in that district for about 32 years. 32 വർഷങ്ങൾ ഞാൻ ആ ജില്ലയിൽ ജീവിച്ചായിരുന്നു. The district collector Manoj Mahajan, he has made an announcement that tomorrow, when India celebrates the 77th Republic Day, there won't be any meat shop open in that entire district. ആ ജില്ലയിലെ കളക്ടർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നാളെ 77ാം റിപ്പബ്ലിക് ദിനം ഇന്ത്യ ആഘോഷിക്കുമ്പോൾ ആ ജില്ലയിൽ എങ്ങും മാംസം വിൽക്കുന്ന ഒരു കടയും തുറന്നിരിക്കുവാനായിട്ട് പാടില്ല. Things are going to be difficult. അങ്ങനെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. We think that we are in the comfort zone remaining in Kerala. ഇവിടെ കേരളത്തിലായിരുന്നുകൊണ്ട് വളരെ സുരക്ഷിതമായ അന്തരീക്ഷത്തിലാണെന്ന് നാം വിചാരിക്കുന്നത്. No. എന്നാൽ അത് അങ്ങനെയല്ല. The change has started from the capital city. തലസ്ഥാനത്ത് നിന്ന് മാറ്റങ്ങൾ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. The other day, PM, when he came to officially recognize the corporation team, 2 ദിവസം മുൻപ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പുതിയ കോർപ്പറേഷൻ ടീമിനെ കാണാൻ വന്നപ്പോൾ, bluntly in Malayalam he said, മാറാത്തത് മാറും. മാറാത്തത് മാറും. Yeah, he said, what doesn't change will change. Yeah. So a lot of changes are coming up. ധാരാളം മാറ്റങ്ങൾ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. We need to be vigilant. നാം ശ്രദ്ധാലുക്കളായിരിക്കണം. We need to be valiant. നാം പോരാളികളായിരിക്കണം. We need to be versatile. നാം സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. And of course we will be victorious. നാം ശുശ്രൂഷ തികയ്ക്കുന്നവരായിരിക്കണം. Cutting across all the assembly and church lines, whenever there is a graduation taking place, a song, the graduating students or the graduates, they all sing together, written by none other than George Koshi. I just want to read a few lines from that Malayalam song. Atmiya Geethangal 1114. The words go like this. ഇരുളേറുന്നു പാരിടത്തിൽ ഇല്ലിനി നാളധികം, ഇത്തിരി വെട്ടം പകർന്നിടാൻ ഇതാ ഞാൻ അയക്കണമേ. The darkness is setting up. The darkness is setting up. സാധാരണ ഗ്രാജുവേഷൻ സർവീസുകളിലൊക്കെ പാടുന്ന ഒരു പാട്ടുണ്ട്. ബ്രദർ ജോർജ് കോശി എഴുതിയ ഒരു പാട്ട്, അതിന്റെ ഒരു സ്റ്റാൻസായിലെ വരി ഇങ്ങനെയാണ്, ഇരുളേറുകയാണ് പാരിടത്തിൽ. Yeah.
And we don't have much time left. ഇനി നമുക്ക് അധിക സമയമില്ല. If we can share little light, ഇന്ന് ഒരു അല്പം വെളിച്ചം നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയാൽ, here am I, send me. അങ്ങനൊരു അവസരമുണ്ടെങ്കിൽ എന്നെ തന്നെ അതിനുവേണ്ടി അയക്കണേ. The last stanza goes like this. ആ പാട്ടിന്റെ അവസാനത്തെ സ്റ്റാൻസ ഇങ്ങനെയാണ്. ഒരു നാളിൽ നിൻ സന്നിധിയിൽ, one day I will stand in your presence. വരുമേ അന്നടിയൻ, when I come there, ഒഴിഞ്ഞ കൈകളുമായി നിൽപ്പാൻ ഇടയായി തീരരുത്. Lord, please don't let me stand there barehanded. Students, as an assembly, we just want to commend you into Lord's mighty hand, and this is going to be our prayer, that as you stand before the judgment seat of Christ, your hands must be full with the souls whom you have led to Christ. സഭയായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും ഇത് തന്നെയാണ്. അന്ന് നിങ്ങൾ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നിറഞ്ഞ കൈകളുമായിട്ട് നിങ്ങൾക്ക് നിൽക്കാനായിട്ട് പറ്റണം. We assure you that we as an assembly would continue to remember, uphold you in our prayers. സ്ഥലം സഭയായിട്ട് നിങ്ങളെ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഓർക്കും എന്നുള്ള ഉറപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. May His name be glorified. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.